ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ജീവിതാനുഭവ സ്റ്റോറിയിലേക്ക് സ്വാഗതം. സത്യസന്ധതയും ആത്മാഭിമാനവും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ ഞാൻ ഇന്നിവിടെ കണ്ടു. വർക്കല ശിവേരിക്ക് മുന്നിലുള്ള ആൽമരച്ചുവട്ടിലിരുന്നു കച്ചവടം ചെയ്യുന്ന ഈ മനുഷ്യൻ നമ്മെ വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത്. ഡിസ്കൗണ്ട് ഇല്ല എന്ന് എഴുതി വെച്ചു സത്യസന്ധതയെ മാത്രം ആശ്രയിച്ചു കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. സത്യാവസ്ഥ എഴുതി വെച്ചാൽ ആശയമൊന്നുമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ കാര്യം ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനുള്ള ആരോഗ്യമില്ല. ആരെയും സ്വാധീനിച്ചും പിന്നെ സിമ്പതിയിലൂടെ കച്ചവടമൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് വേണമെങ്കിൽ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഇപ്പം 22 വർഷത്തോളമായി പരീക്ഷ എഴുതുന്ന കാലം മുതലേ ഇതാ. ഞാൻ ഡിപ്യൂട്ടി തഹസീലാവേണ്ടുന്ന ആളാണ്. ഡിപ്യൂട്ടി തഹസീലായിട്ട് ശമ്പളം വാങ്ങിക്കേണ്ട ആളാണ്. വിഷമങ്ങളും കഷ്ടപ്പാടുകളും പറഞ്ഞാൽ പിന്നെ മറ്റ് പലരും എൻ്റെ അടുത്ത് ഒരേ കാര്യങ്ങൾ ചോദിക്കും. നാളെ ഈ സാഹിത്യ അക്കാദമിയിൽ പോയപ്പോഴേ അവിടെ എനിക്കൊരു ടേബിളുണ്ട്. ആൾക്കാർ വാങ്ങുന്നേ ഇല്ല. ഓരോടത്തും ഇവിടുത്തുകാർക്ക് നല്ല ഭക്ഷണം വേണം, വേഷം കിട്ടണം. കേരളം മൊത്തവും അങ്ങനെ. പത്രം പോലും വാങ്ങത്തില്ല ഇവിടുത്തുകാർ. പത്രക്കാരും നട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൂടെ ചിലവാക്കി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വിറ്റിലേരും കുഴപ്പമില്ല. വേണ്ടുന്നവർ മാത്രം വാങ്ങി. ആരെയും വിളിച്ചും ആഴ്ചയിപ്പിച്ചതും വിളിച്ചൊന്നും കൊടുക്കത്തില്ല. വേണ്ടുന്നൊരു നല്ല മനസ്സുള്ളവർ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. വില കുറച്ച് കൊടുക്കാൻ എനിക്ക് കിട്ടില്ല. കാരണം അപൂർവ ആളുകളെ ഈ രംഗത്തുള്ളൂ. ഇങ്ങനെയുള്ള റയർ ബുക്കും വേറെ പുതിയ ബുക്കൊക്കെ കൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നില്ല. PhD ടെസ്റ്റ് എഴുതി നടക്കുന്ന ടൈമാണ്. ഞാൻ തിരുവനന്തപുരത്ത് 13 ടെസ്റ്റ് എഴുതി. തിരുവനന്തപുരം ജില്ലയിൽ ലാസ്റ്റിൽ എഴുതിയ ടെസ്റ്റ് കാർത്തിരുന്നാൾ സ്കൂള് മണക്കാട്, ആ വളവിന് പടിയാറ് സൈഡ് അപ്പുറം 2 സ്കൂള്. അവിടെ ലാസ്റ്റ് പരീക്ഷ എഴുതി. റാങ്ക് ലിസ്റ്റിലും വന്നതാണ്. എന്നിട്ട് ഞാൻ ആരെയും ശുപാർശയ്ക്ക് റെക്കമെൻഡും രാഷ്ട്രീയമൊന്നുമില്ല. ആരെയും കാണാനൊന്നും പോയില്ല. അങ്ങനെയുള്ളവരതല്ല ഇങ്ങനെയുള്ളൊരു നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കും. കൊച്ചിലെ മുതലേ അധ്വാനം. തമിഴ്നാട്ടിലെ പോയിരുന്നു മധുരയിൽ വ്യാപാരത്തിന്. തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രം മലയാളം ഒഴിച്ച് മലയാള പത്രം 4 പേര് വാങ്ങും. ഞാൻ 5 പത്രം ദിവസം വായിക്കും. ഞാൻ ഇപ്പോൾ വേറൊരിടത്തുനിന്ന് 5 പത്രം മലയാളം വാങ്ങിച്ചുകൊണ്ട് പോയി. 2 ദേശാഭിമാനി, ജനവും, മാതൃഭൂമി, മനോരമ, ഇംഗ്ലീഷ് പത്രം. കൊല്ലത്തുനിന്ന് കുറച്ച് പേര് വന്നപ്പോൾ അവർക്ക് പത്രം വെറുതെ കൊടുക്കും. കേട്ടോ, വെറുതെ കൊടുക്കണം. ഞാൻ പറഞ്ഞേ ഞാൻ 5 പത്രം 50 രൂപ കൊടുത്ത് വാങ്ങുന്ന 75 വിറ്റുള്ളൂ. 15 രൂപ അല്ലെങ്കിൽ